ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. എളിമയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും. ദുഃഖിതർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. നീതിയെക്കുറിച്ച് വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ തൃപ്തരാകും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും. ദുഃഖിതർക്കും പീഡിതർക്കും ആലംബഹീനർക്കുമായി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സ്വർഗീയ ഭവനം വാഗ്ദാനം ചെയ്ത ദൈവപുത്രൻ ഈ ലോകത്തിൽ അവർക്ക് താങ്ങും തണലുമാകുവാനായി ചിലരെ നിയോഗിച്ചു. തങ്ങളുടെ പൂർണ്ണ സമർപ്പണത്തിൻ്റെ പിൻബലത്തോടെ അവർ സ്വർഗപിതാവിൻ്റെ അനന്തകാരുണ്യത്തിൻ്റെ മുഖങ്ങളായി മാറി. അനേകായിരം ആത്മാക്കൾക്ക് ആശ്രയമായതിനൊപ്പം അവരുടെ ഹൃദയങ്ങളിൽ സുവിശേഷ സന്ദേശം പകർന്നു നൽകി സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. സുവിശേഷ തീഷ്ണതയാൽ തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച ഏറെ ശുശ്രൂഷകരിലൂടെ സത്യദൈവത്തിൻ്റെ സ്നേഹ സന്ദേശം ഈ ലോകത്തിൽ നിറയുന്നു. തങ്ങളുടെ ജീവിതത്തിലെ സവിശേഷമായ ദൈവനിയോഗങ്ങളെ പലപ്പോഴായി തിരിച്ചറിഞ്ഞ അനേകർ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സദ്ഫലങ്ങൾ കേരളസഭയിൽ നിറഞ്ഞ കാലങ്ങൾ മുതൽ പരിശുദ്ധാത്മ പ്രേരിതമായി കാരുണ്യത്തിൻ്റെ കരങ്ങളായി തീർന്ന ഏറെ പേരുണ്ട്. അവരിലൊരാളാണ് കാഞ്ഞിരപ്പള്ളിക്കടുത്ത് കപ്പാട് ഇടവകാംഗമായ ബെന്നി തോമസ് കറുകപ്പള്ളി. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ തുടക്കകാലങ്ങളിൽ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുവാനിടയായ അദ്ദേഹം തുടർന്നുള്ള തൻ്റെ ജീവിതത്തെ വളരെ പ്രത്യേകമായ ഒരു സമർപ്പണ വഴിയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. അങ്ങനെ ദേവമാതാ സെൻ്റർ എന്ന സ്നേഹഭവനം 1998 കപ്പാട് രൂപം കൊണ്ടു. ഈ സ്ഥാപനം ആരംഭിക്കുവാൻ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പനക്കിലച്ചൻ്റെ ഒരു ധ്യാനം കൂടുകയും കൂടിയ ആ ധ്യാനത്തിൻ്റെ അകത്തുനിന്ന് കിട്ടിയൊരു വലിയ ഊർജിതം, വലിയൊരു ശക്തി ഈ സ്ഥാപനത്തിൻ്റെ ആരംഭത്തിന് വഴിതെളിച്ചു. ഫാദർ എബ്രഹാം കൈപ്പമ്പിളാക്കലച്ചനാണ് എനിക്കൊരു പ്രചോദനമായി മാറിയത്. അച്ഛൻ്റെ ദേവദാൻ ഭവനത്തിൽ ഏതാണ്ട് 11 വർഷക്കാലം ശുശ്രൂഷ ചെയ്യുവാണ്ട് ദൈവം എന്നെ പ്രേരിതനാക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുശേഷം എനിക്ക് വീട്ടിൽ നിന്നുണ്ടായിരുന്ന വീടിൻ്റെ കുടുംബസ്വത്ത് എൻ്റെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും പൂർണ്ണ പിന്തുണയോടുകൂടി തന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ കപ്പാട് കേന്ദ്രീകരിച്ച് ആരുപോരുമില്ലാത്ത അനാഥരായ കിടപ്പ് രോഗികളെയും തകർക്കപ്പെട്ട ജീവിതങ്ങൾക്ക് ഒരു പ്രത്യാശ നൽകുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുകയായിരുന്നു. തികച്ചും ദൈവനിശ്ചിതമായ ഒരമൂല്യ പദ്ധതിയായിരുന്നു ദേവമാതാ സെൻ്ററിന് പിന്നിലുണ്ടായിരുന്നത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അതൊരു ദേശത്തിന് മുഴുവൻ മാതൃകയും പ്രചോദനവുമായി മാറി. ആ ഭവനത്തിലൂടെയുള്ള
ഉപവിപ്രവർത്തനങ്ങൾക്കായി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ബെന്നി ഏകസ്ഥ ജീവിതമാണ് തിരഞ്ഞെടുത്തത്. ആ സമർപ്പണം അനേക ആത്മാക്കൾക്ക് ആശ്രയമായി മാറുകയും ദൈവസ്നേഹാനുഭവത്തിൻ്റെ ഊഷ്മളതയിലേക്ക് നൂറുകണക്കിന് പേരെ കരം പിടിച്ച് നയിക്കുകയും ചെയ്തു. നിരാശയിലും ദുഃഖദുരിതങ്ങളിലും അകപ്പെട്ട് ഇരുളിൽ അസ്തമിക്കുമായിരുന്ന അനേകർ സത്യപ്രകാശത്തിൻ്റെ ഊർജവും സമാധാനവും തിരിച്ചറിഞ്ഞു. ഇന്ന് ഈ ഭവനത്തിൽ 50-ലേറെ പേർ അന്തേവാസികളായുണ്ട്. 1998 ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. അന്ന് 2 മുറികളുള്ള ഒരു വീട്ടിലാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. അത് തളർവാദ രോഗിയായ ബാബു എന്ന ഒരു രോഗിയെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയാണ് ആദ്യമായി ശുശ്രൂഷ ആരംഭിച്ചത്. അതിനുശേഷം ഇന്നിപ്പോൾ 10-60 പേരോളം അന്തേവാസികളുള്ള ഒരു സ്ഥാപനമായിട്ട് ഈ സ്ഥാപനം വളർന്നിരിക്കുന്നു. ഈ പരിസരത്തുള്ള അനേകരുടെയും ഈ ഇടവകയിലും ഈ നാട്ടിലുള്ളവരുമായിട്ടുള്ള അനേകം ആൾക്കാരുടെ സഹകരണത്തോടു കൂടിയാണ് ഈ സ്ഥാപനം ഇതുപോലെ വളർന്നു വന്നത്. ഞങ്ങളുടെ എല്ലാം സഹകരണം. ഞാൻ ഈ സ്ഥാപനവുമായിട്ട് 100 മീറ്റർ അകലത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെയും പല സമയങ്ങളിലുള്ള ശുശ്രൂഷകളിലെല്ലാം ഞാൻ പങ്കെടുക്കുകയും എല്ലാ ദിവസങ്ങളിലെന്ന് പറഞ്ഞ പോലെ ഈ സ്ഥാപനത്തിൽ പങ്കുവരികയും ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പരിസരത്തുള്ള അനേകം ആൾക്കാരുടെ അധ്വാനത്തിൻ്റെ ഫലവും നാട്ടുകാരുടെ നല്ല സഹകരണത്തിൻ്റെ പേരിലും ഈ സ്ഥാപനം ഇത്രയും വളർന്നു വന്നിരിക്കുന്നു. ഈ സ്ഥാപനത്തിൽ മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, തെരുവുകൾ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് സന്നദ്ധ പ്രവർത്തകരും ഇടവക തലങ്ങളിലുള്ള ബുദ്ധിമുട്ടുന്ന ഭവനങ്ങളിൽ നിന്നും വികാരിയച്ചന്മാരുടെ ശുപാർശക്കത്തോടുകൂടി എത്തുന്ന അനേക മക്കളും അങ്ങനെ നിരവധിയായ മേഖലകളിൽ നിന്നും കടന്നു വന്നവരെയാണ് ഇവിടെ നമുക്ക് സ്വീകരിക്കുവാൻ ഇടയായത്. ഏതാണ്ട് 600ഓളം രോഗികൾക്ക് ഈ സ്ഥാപനം അഡ്മിഷൻ നൽകിയിട്ടുണ്ട്. 180ഓളം രോഗികൾ ഈ സ്ഥാപനത്തിൽ നിന്നും ഒരു ഭാഗ്യമരണം, കർത്താവിൽ ഭാഗ്യമരണം പ്രാപിച്ചിട്ടുണ്ട്. തകർക്കപ്പെട്ട കുടുംബജീവിതങ്ങളിൽ നിന്നും വലിച്ചെറിയപ്പെട്ട തെരുവ് ജീവിതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ എല്ലാവിധ തിന്മയ്ക്കും അടിമയായി പാപത്തെ കൂട്ടുപിടിച്ച് സ്നേഹിച്ച ജീവിതങ്ങൾക്ക് പാപത്തെ മാറ്റി നിർത്തി ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവസ്നേഹം അനുഭവിച്ച് നിത്യതയുടെ ഒരു മരണത്തെ, നിത്യതയുടെ ഒരു ജീവിതത്തെ ആ മരണത്തിലൂടെ കണ്ടെത്തുകയാണ് ഇവിടെ നിന്നും കർത്താവിൽ ഭാഗ്യമരണം പ്രാപിച്ച ഓരോ സഹോദരങ്ങളുടെയും ജീവിതം എനിക്ക് ദർശിക്കുവാൻ സാധിച്ചിരിക്കുന്നത്. സേവന മനസ്ഥിതികളും പരസ്നേഹ പ്രവൃത്തികളും നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ധാരാളമായി നാം ദർശിക്കാറുണ്ട്. എന്നാൽ ദൈവിക കരുണയുടെ നീർച്ചാലുകളായി മാറുന്ന സ്നേഹപൂർണതയെ ഉൾക്കൊള്ളുന്ന സേവന മേഖലകളേറെയില്ല. ഇത്തരത്തിൽ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ആൾരൂപങ്ങളായി സമൂഹത്തിൽ വസിക്കുന്നവർ തീർച്ചയായും സുവിശേഷ സന്ദേശം ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നവരായിരിക്കും. ബെന്നിയുടെയും സഹപ്രവർത്തകരുടെയും ജീവിതത്തിലും പ്രവർത്തന ശൈലികളിലും നിഴലിക്കുന്ന ആത്മീയ ദർശനം അതുതന്നെയാണ്. ചുറ്റുമുള്ളവർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെയും ദേവമാതാ ഭവനത്തിൻ്റെയും പ്രവർത്തന ശൈലി അനേകരെ ആ കൂട്ടായ്മയോട് ചേർത്തു നിർത്തുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ 10-ലധികം വർഷങ്ങളായിട്ട് ബെന്നിയുടെ ഈ ദേവമാതാ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. പല ദിവസങ്ങളും കുർബാനയ്ക്കായിട്ട് ബെന്നി എന്നെ വിളിക്കാറുണ്ട്. ഞാനിവിടെ നിന്ന് കുർബാന ചെല്ലുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബെന്നി എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അദ്ദേഹം ഇവിടെ ഈ സെൻ്റർ ആരംഭിക്കുന്നത്, അദ്ദേഹം അവിവാഹിതനാണ്. അദ്ദേഹം കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഭൂസ്വത്ത് മുടക്കിക്കൊണ്ടാണ് ആദ്യമായിട്ട് ഇവിടെ ഈ ആശ്രമം ആരംഭിച്ചത്. അത് കഴിഞ്ഞ് പിന്നീട് പുറത്തുനിന്നൊക്കെ സ്ഥലങ്ങൾ വാങ്ങിക്കുകയും നല്ല ആൾക്കാർ കൊടുക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഈ നാട്ടുകാരായ ആൾക്കാരുടെ എല്ലാം സഹകരണവും സഹായവും ഒക്കെയുണ്ട്. അടുത്ത കാലത്ത് ഈ മുണ്ടക്കയത്തൊരു പുഴുവരിച്ച് കിടന്ന ഒരു മനുഷ്യനെ ആൾക്കാരെല്ലാം കൂടെ ചുമന്ന് ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹത്തെ സ്വീകരിച്ച്
പുഴുവെല്ലാം പെറുക്കി കളഞ്ഞ് വളരെ കാര്യമായിട്ട് നോക്കി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ അർക്കിൽ പിതാവിന് അദ്ദേഹത്തെ വളരെ ബഹുമാനമാണ്, സ്നേഹമാണ്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം അദ്ദേഹം വളരെ പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചു പിതാവിനും വളരെ സ്നേഹമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ളത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ നല്ല പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുവാനും ഞാൻ റിട്ടയേർഡ് ആണെങ്കിലും അദ്ദേഹം വിളിക്കുമ്പോഴൊക്കെ ഞാനിവിടെ വന്ന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയും കുർബാനയിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ശുശ്രൂഷകൾ യഥാർത്ഥത്തിൽ മനുഷ്യന് കൊടുക്കുന്ന സേവനമല്ല നമ്മൾ ഇതിനെ ആത്യന്തികമായി കാണുന്നത്. ദൈവത്തിൽ ഇവരുടെ ആത്മാക്കളുടെ എത്തിച്ചേരലാണ് നമ്മൾ ഇതിന് മൂല്യം കൊടുക്കുന്നത്. ബൈബിള് അധിഷ്ഠിതമായിട്ട് മാത്രം ദൈവിക സാന്നിധ്യം ഒരു മനുഷ്യനിലൂടെ ആത്മീയ നിറവ് ലഭിച്ച് കർത്താവിലൊരു ഭാഗ്യമരണത്തിലേക്ക് എത്തിക്കുകയാണ് ഈ ശുശ്രൂഷയുടെ മുഖ്യധാരം. സുവിശേഷം യേശു ആണ് ഇത് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ രൂപപ്പെടുത്തുന്നത്. ആത്മീയ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരുമില്ലാത്ത അനാഥരായ രോഗികളിൽ യേശു പറഞ്ഞു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഈ ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം അത് എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നത്. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ഭവനത്തിലെ സകല അംഗങ്ങളും സവിശേഷമാം വിധം പ്രാർത്ഥനയിലും വിശ്വാസ ജീവിതത്തിലും ഐക്യമുള്ളവരാണ്. ബെന്നിയും സഹശുശ്രൂഷകരും അന്തേവാസികൾക്ക് നൽകുന്ന ദൈവാശ്രയ ബോധത്തിൻ്റെ മികച്ച മാതൃകകൾ ഏവരെയും വലിയ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുന്നു. ജീവിതത്തിലെ കഠിനമായ ഒറ്റപ്പെടലിനെയും വേദനകളെയും അതിജീവിക്കുവാൻ ഈ സമൂഹത്തെ അത് പ്രാപ്തമാക്കുന്നു. പ്രത്യാശ ഇല്ലാതെ ജീവിതത്തിൽ തകർന്ന് മാറപ്പെട്ടപ്പോൾ പുതിയ ഒരു ജീവിത അധ്യായം തുറന്നു കിട്ടിയ ആ വലിയ അനുഭവത്തിലാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന ഓരോ മക്കളും. അവർക്ക് സ്വതന്ത്രമായി അവരുടെ ജീവിതത്തെ പൂർണ്ണമായും പുറകോട്ട് ചിന്തിച്ച് മുന്നോട്ട് ദൈവികമായ പരിചരണവും ദൈവികമായ സ്നേഹവും കൂട്ടിച്ചേർത്ത് പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് ഇവിടെയുള്ള ഓരോ മക്കൾക്കും സാധിക്കുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെയും കപ്പാട് ഹോളി ക്രോസ് ഇടവകയുടെയും ദേവമാതാ സെന്ററിൻ്റെ സമീപവാസികളുടെയും നാട്ടുകാരുടെയുമെല്ലാം അകമഴിഞ്ഞ സഹകരണവും സ്നേഹവും കരുതലുമെല്ലാം ഈ ഭവനത്തിൻ്റെ വലിയ മുതൽക്കൂട്ടാണ്. ബെന്നിയുടെയും അദ്ദേഹത്തിൻ്റെ സ്നേഹ ശുശ്രൂഷയുടെയും ഉദ്ദേശശുദ്ധിയും സേവന തൽപരതയും തിരിച്ചറിഞ്ഞ കുറേ പേർ അദ്ദേഹത്തിനും മറ്റെല്ലാ ശുശ്രൂഷകർക്കും ശക്തി പകരുകയും ഏതവസരത്തിലും നിസ്വാർത്ഥ മനോഭാവത്തോടെ അവിടെ ഓടിയെത്തുകയും ചെയ്യുന്നു. ഈ ഭവനത്തോട് ചുറ്റുമുള്ള അനേകർ വച്ചുപുലർത്തുന്ന സ്നേഹതീഷ്ണത സവിശേഷമാം വിധം ഈ ശുശ്രൂഷയുടെ മഹത്വത്തെ വിളിച്ചോതുന്നു. ഞാൻ ഈ കപ്പാട് ഇടവക്കാരനാണ്. ഈ കപ്പാട് ദേവ സെൻ്ററുമായിട്ട് ഏകദേശം 10 വർഷത്തോളം ആയി ഈ സ്ഥാപനത്തിൽ വരുന്നു. ഞാനൊരു KSRTC ഡ്രൈവറാണ്. എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഈ സ്ഥാപനത്തിൽ വരികയും ഇവിടുത്തെ ആംബുലൻസ് ഓടിക്കുകയും ഇവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കാൻ ശ്രീ ബെന്നിച്ചനോടൊപ്പം എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ചെയ്യുന്നു. ശ്രീ ബെന്നി തോമസിൻ്റെ ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ഞാൻ മാത്രമല്ല, ഈ ഇടവകയിലെ എൻ്റെ സുഹൃത്തുക്കൾ നല്ല ശതമാനം ആൾക്കാർ ഇവിടെ വന്ന് സേവനം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നു. ഈ സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ സഹകരിക്കുകയും അതുപോലെ തന്നെ ഈ സ്ഥാപനം നല്ല രീതിയിൽ പോകുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സ്ഥാപനത്തെ നിലനിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിനകത്തൊരു ആവശ്യമായ പല ആൾക്കാർ റോഡുകളിൽ വഴിവെക്കുകളിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ടവർ എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ശുശ്രൂഷിച്ച് ഭക്ഷണവും മരുന്നും കൊടുത്ത് അവരെ സുഖം പ്രാപിച്ച് അവർക്കിവിടെ പുനരധിവാസവും കൊടുത്ത് ചെയ്യുന്നതാണ്. അതിൽ ബെന്നി തോമസിൻ്റെ ഈ ശുശ്രൂഷയിൽ ഞങ്ങളെ പറ്റിയ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനേക ശുശ്രൂഷ മേഖലകൾ ഈ ഭവനത്തോട് ചേർന്ന്
ചെയ്യുവാൻ സാധിച്ചു. അനേക മക്കൾ ഈ ഭവനത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്ത് ജീവിതത്തിൽ ദൈവ അനുഗ്രഹങ്ങൾ, ദൈവ കൃപകൾ സ്വജീവിതത്തിൽ അനുവർത്തമാക്കുവാനും സാധിക്കുന്നുണ്ട്. ഈ ദേശത്തിൻ്റെ വലിയ ഒരു കരുതലായി ഈ ദേശം ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം ഇടയാക്കുന്നുണ്ട്. കുടുംബസ്വത്തിൻ്റെ വിഹിതമായി കറുകപ്പള്ളി ബെന്നി തോമസിന് ലഭിച്ച അല്പം സ്ഥലം മാത്രമാണ് ദേവമാതാ സെൻ്ററിൻ്റെ മൂലധനം. തുടർന്നിങ്ങോട്ട് 2 പതിറ്റാണ്ടിനടുത്ത കാലങ്ങളിൽ ഇവർ നടന്ന വഴികളിലെങ്ങും തെളിഞ്ഞു നിൽക്കുന്നത് ദൈവപരിപാലനയുടെ മഹനീയ ചിത്രങ്ങളാണ്. ഒരിക്കലും ഒരു കുറവും വരാതെ എക്കാലവും ദൈവം പരിപാലിച്ച അനേക അനുഭവങ്ങൾ അദ്ദേഹത്തിന് പങ്കുവയ്ക്കുവാനുണ്ട്. ആവശ്യമായ കെട്ടിടങ്ങൾ, വാഹനങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ദൈവിക ഇടപെടലുകളുടെ വെളിച്ചത്തിൽ അനേകർ സഹായവുമായി എത്തിയിട്ടുള്ളതുപോലെ തന്നെ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ ചാപ്പലിൻ്റെ ആവശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലും ദൈവം തക്ക സമയത്ത് ഇടപെടുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഈ സ്ഥാപനത്തിന് തുടക്കത്തിൽ എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാർ തന്ന ഈ സ്വത്ത് പൂർണ്ണമായും ഈ ശുശ്രൂഷയിലേക്ക് സമർപ്പിക്കപ്പെട്ട് ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് എനിക്ക് ബോധ്യമുണ്ടായിരുന്നത്. സുവിശേഷത്തിൻ്റെ ആ കരുതൽ, ഈശോയുടെ ആ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ അനുദിനങ്ങളിൽ തീർച്ചയായും അനുഭവിക്കാനിടയായിട്ടുണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥകളിൽ, ആ സമയങ്ങളിൽ, വിഷമിക്കുന്ന സമയങ്ങളിൽ തീർച്ചയായും എല്ലാം നൽകുന്ന ഒരു ഈശോയുടെ സ്നേഹത്തെയാണ് എനിക്ക് പലപ്പോഴും പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാൻ സാധിച്ചത്. നാളെക്കുറിച്ച് എന്താണ് എന്ന് ചിന്തിക്കാതെ നാളെയുടെ കാര്യം ദൈവകരങ്ങളിൽ മാത്രം സമർപ്പിച്ച് കടന്നു പോകാനാണ് ഇന്ന് ഈ നിമിഷം വരെ ഈ ശുശ്രൂഷയിലൂടെ സാധിച്ചിട്ടുള്ളത്. ഓരോ നിമിഷത്തിലും ബെന്നിയെയും സഹശുശ്രൂഷകരെയും തികഞ്ഞ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവം ഈ മണ്ണിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ ഏറെയാണ്. മാനുഷികമായ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് ചില അവസരങ്ങളിൽ ദൈവിക ഇടപെടലുകളെ വിസ്മരിച്ചു പോയാൽ പോലും ഈ ഭവനത്തിൻ്റെ അതിനാഥനായ ഈശോ ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമ്മെയും ഉറച്ച വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ സാക്ഷ്യങ്ങളാണ്. ഇവിടെ ദീപബലി അർപ്പിക്കപ്പെടുന്നത് വൈകുന്നേരം 4:30 മണിക്കാണ്. ജോർജ് അച്ഛൻ എന്ന് പറയുന്ന ഒരു മിഷൻ അച്ഛന് ദീപബലി അർപ്പിക്കാൻ 4:30-ക്ക് എത്താമെന്ന് 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. അപ്രത്യക്ഷമായിട്ടൊരു 3 മണിയായപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, വിനിച്ച, ഞാൻ ഇന്നലെ അടുത്തൊരു ഹോസ്പിറ്റലിൽ എനിക്ക് ചില ആസ്മ വലിവിൻ്റെ രോഗം ആണെന്ന് തോന്നുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, എനിക്ക് ആ സമയത്ത് അവിടെ എത്തപ്പെടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പരിസരത്തു നിന്നുള്ള ആൾക്കാരും എല്ലാം കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ചാപ്പലിൽ വരാറുണ്ട്. 3 മണിയായപ്പോൾ പിന്നെ മറ്റൊരു അച്ഛനെ ചടയിൽ നമുക്ക് പോയി അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഞാനൊരു എന്ത് ചെയ്യുമെന്നിങ്ങനെ ചിന്തിച്ചതിന് ശേഷം 4 മണിയായപ്പോൾ ഞാൻ ചാപ്പലിലെങ്കിൽ ഒരു ജപമാല അർപ്പിച്ച് ഇന്ന് കുർബാനയില്ല എന്ന് പറയാം എന്ന് കരുതി ചാപ്പലിലേക്ക് കടന്നു വരുമ്പോൾ ചാപ്പലിൻ്റെ കുമ്പസാരക്കൂട്ടിൽ ഒരു വൈദികൻ ഇരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ തിരിച്ച് ചെന്ന് വീണ്ടും ജോർജ് അച്ഛനെ വിളിച്ചു ചോദിച്ചു, അച്ഛൻ ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ, അച്ഛന്മാർ വല്ലതും പറഞ്ഞായിരുന്നോ, കുർബാനയ്ക്ക് ആരെങ്കിലും അച്ഛന്മാരെ അറേഞ്ച് ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു,
അച്ഛനിങ്ങനെ കുമ്പസാരക്കുട്ടിലിരിപ്പുണ്ടല്ലോ, എന്നാൽ അച്ഛനോട് തന്നെ അച്ഛനൊന്ന് ചോദിച്ചു നോക്കാം, കുർബാന ചെല്ലാവോ എന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇന്നലെ ജോർജ് അച്ഛൻ കുർബാനയ്ക്ക് വരാമെന്ന് പറഞ്ഞു, അച്ഛനിങ്ങനെ മേലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിലാണ്, കുർബാന അച്ഛനൊന്ന് ചൊല്ലാവോ? അപ്പോൾ ആ അച്ഛൻ എന്നോട് പറയുകയാണ്, തീർച്ചയായിട്ടും ഞാൻ കുർബാന ചൊല്ലാം. ഞാൻ ഈ കപ്പാട് വഴിക്ക് കടന്നു പോകുമ്പോൾ ആനക്കല്ല് വരെ ചെന്നിട്ട് ഞാൻ ഇപ്പോൾ നിൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നതാണ്. ഞാനിവിടെ ആദ്യമായിട്ട് വരുക, ഞാനിവിടെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് ഒന്ന് വന്ന് നിൻ്റെ അടുത്തൊന്ന് കയറിപ്പോകാം എന്ന് കരുതി മാത്രം ഞാൻ വന്നതാണ്. അച്ഛൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് കഴിഞ്ഞപ്പം ഈ ഒരു പങ്കുവയ്ക്കൽ എൻ്റെ കണ്ണുകളെ ഈർന്നണിയിച്ചു. കാരണം ഇത്രയധികമായിട്ടും ദൈവം കരുതുന്നു എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അതിനുശേഷം ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഒരു വലിയൊരു മുതൽ എന്ന് മാത്രമേ എനിക്ക് അച്ഛനെ പറയാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും എപ്പോൾ ആവശ്യപ്പെട്ടാൽ എന്താവശ്യത്തിനും എന്നെ സഹായിക്കാൻ അച്ഛൻ വരാറുണ്ട്. നൂറുകണക്കിന് ആത്മാക്കളെ ദൈവിക ചൈതന്യത്തിലേക്കും ദൈവിക കരുണയുടെ സമ്പന്നതയിലേക്കും ആനയിക്കുവാൻ പ്രത്യേകമായി പരിശുദ്ധാത്മാവ് രൂപകൽപ്പന ചെയ്ത ഒരു ഭവനം. ഇതൊരു വലിയ സമൂഹത്തിന് മുഴുവൻ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മാതൃകയും സന്ദേശവും കൂടിയാണ്. അനേകായിരങ്ങൾക്ക് ആത്മീയ ബോധ്യങ്ങൾ പകർന്നു മുന്നേറുന്ന ഈ ശുശ്രൂഷകരുടെ വഴികളിൽ ഇനിയും ആത്മാവിൻ്റെ അഭിഷേകം നിറയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം അനേക ഹൃദയങ്ങളെ ബലപ്പെടുത്തുന്ന ഈ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നമുക്കും ശ്രമിക്കാം.